മലയാള മനോരമയുടെ ഒരു ടിപ്പണി ഒന്നാം പേജിൽ തന്നെ വന്നിട്ടുണ്ട്. അത് കടൽ മണൽ ഖനനം കേരളത്തിന്റെ അനുകൂല നിലപാടിന് തെളിവ് എന്നാണ് മനോരമ വാർത്ത. എന്നുവെച്ചാൽ ഇവിടെ എന്തോ പരിപാടി നടന്നപ്പോ കേരളം എന്തോ സാമ്പത്തിക സഹായം നൽകി. വലിയ പ്രാധാന്യത്തോടുകൂടിയാണെന്ന് മനോരമ കൊടുത്തേക്കണേ. മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്നതിന് മനോരമയുടെ തന്നെ തെളിവ്. അതാണ് ഒന്നാമത്തെ വാർത്ത. കൊല്ലം തീരക്കടലിൽ മണൽ ഖനനത്തിലെ കേന്ദ്രം നിക്ഷേപകരെ കണ്ടെത്താൻ റോഡ് ഷോ നടത്തി. മനോരമയാണ്. കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. മനോരമ വാർത്തയ്ക്ക് മനോരമ തന്നെ സ്വന്തം ഫയലെങ്കിലും വായിച്ചിട്ട് വേണ്ട സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട്. ഇനി അങ്ങനെ സ്റ്റോറി ഫയൽ ചെയ്താൽ തന്നെ നേരത്തെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എഡിറ്റോറിയൽ ഡെസ്കിൽ ഇരിക്കുന്ന ആളുകൾ നോക്കണ്ടേ. ഒന്നാം പേജിലൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ പണ്ടത്തെ മനോരമയാണെങ്കിൽ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ എല്ലാവരും കാണുന്നതാണ്. ഒന്നാം പേജ് വാർത്തയും ലീഡർ അവർ വായിക്കും. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അതിൽ കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പുയർത്തിയതിന് പിന്നെ കേരള തീരത്ത് സമുദ്രമണൽ ഖനനത്തിലേക്ക് സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. ഇതിനെ തെറ്റാ. ആദ്യത്തെ വാചകം അന്ന് എഴുതിയതും ഈ ഒരു താല്പര്യം ഉണ്ടാവും. വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പ് ഉയർത്തിയതിന് പിന്നാലെ കേരള തീരത്ത് സമുദ്ര മണൽ ഖനന നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. ഖനന ടെൻഡർ നടപടികളുടെ സംസ്ഥാന നിലപാട് പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി. മണൽ ഖനനത്തിന് കേന്ദ്രം തുനിയുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ. 2021 മനോരമ പറയുന്നത് കടൽ പ്രത്യേക മേഖലകളായി തിരിച്ച് ഖനനം എതിർപ്പ് അറിയിച്ച് കേരളം മാർച്ച് 15, 2023. അപ്പൊ ഇതിന് പിന്നാലല്ല, മുന്നാലെ തന്നെ കേരളം അറിയിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കും, തീരത്തിനും കടലിനും മേലുള്ള സംസ്ഥാനത്തിന് അധികാരം കവരും, കടലിലെ ധാതുക്കളുടെ വികസന നിയന്ത്രണം സംബന്ധിച്ച് 2002 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് മൈനിംഗ് വകുപ്പ് നീക്കം നടത്തിയിട്ടുള്ളത്. ഭേദഗതി പ്രാബല്യത്തിലായാൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കടൽ ഖനനത്തിനും വഴിയൊരുങ്ങും. മണലിന് പുറമെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഖനലോകങ്ങൾ എന്നിവയും ഖനനം ചെയ്തെടുക്കാൻ കഴിയും. ഈ മേഖലയിൽ സ്വതന്ത്രമായ മത്സ്യബന്ധനവും അനുബന്ധ തൊഴിലും നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികൾ പാടെ പുറത്താകും. നിലവിൽ തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ളതാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടി. റീടേക്ക് വേണോ? അതെ. അപ്പൊ ഇത് 2021 ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്ന TV ലാൽ, അതും ബൈലൈനുണ്ട്, ഇന്നത്തെ ബൈലൈനുണ്ട്, 2021 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമം വന്നതിന് ശേഷം ഇവിടെ റോഡ് ഷോ നടത്തുമ്പോൾ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോ റോഡ് ഷോയിൽ ഞാനും കൂടി പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അതൊരു ഫാക്ച്വൽ എറർ ആയിരിക്കും. ഇപ്പൊ അദ്ദേഹത്തിന് സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ട് കേരളത്തിന്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അത് മനോരമ മാത്രമല്ല, എല്ലാ പത്രങ്ങളും. ധാതുമണൽ ഖനനം എതിർപ്പറിയിച്ച് കേരളം. കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. മനോരമ. ഓഫ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം. മാതൃഭൂമി. കേരള ഒപ്പോസസ് യൂണിയൻ ഗവൺമെന്റ്സ് മൂവ് ടു ക്യാരി ഔട്ട് ഓഫ്ഷോർ സാൻഡ് മൈനിങ്. ഇന്ത്യൻ എക്സ്പ്രസ്. എല്ലാ പത്രങ്ങളും പിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ്. നിയമസഭയിൽ ഈ പ്രശ്നം വന്നു. നിയമസഭയിൽ പ്രശ്നം വന്നപ്പോ ഈ യോഗത്തിന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ മനോരമ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ഗൗരവമായ ഒരു കണ്ടെത്തൽ ഈ ലേഖകൻ നടത്തിയിട്ടുണ്ട്. ജയചന്ദ്രൻ ഇലങ്കത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ യോഗം ചേർന്ന ഒരു സംസ്ഥാന സർക്കാർ ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നില്ല. നിയമസഭയിൽ തന്നെ പറഞ്ഞു. ആ യോഗത്തിൽ പങ്കെടുത്ത പത്രക്കാരുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ അദ്ദേഹം പറയുന്ന തിരുവനന്തപുരത്ത് യോഗമാണെങ്കിൽ ആ യോഗത്തിൽ ഇതൊരു അജണ്ടയേ അല്ല. കേന്ദ്ര മൈനിങ് സെക്രട്ടറി വന്ന് ഇവിടെ പങ്കെടുത്ത യോഗത്തിൽ അജണ്ടകളെല്ലാം വിശദമായിട്ടുണ്ട്. അതിൽ ഇതൊരു അജണ്ടയല്ല. പിന്നെ മൈനിങ് സെക്രട്ടറി അങ്ങനെ യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെന്റ് അറിഞ്ഞിട്ടാരും കൊടുത്തിട്ടില്ല. ഞാൻ ഈ വാർത്താവിനിമയം വിളിച്ചു ചോദിച്ചു. അവിടുത്തെ പരിപാടിക്കൊന്നും ആരും ഇവിടുന്ന് കൊടുക്കും. IRE ആണ് അതിന്റെ ചെലവ് മുഴുവൻ വഹിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.